അല്ലതേ അമ്മായി അമ്മായി കേറി വാട്ടാ. എടേ കലയും സുരേഷൊക്കെ അവിടെ പോയി. അവര് എവിടെയാണെന്ന് അറിയില്ല. അവര് രാവിലെ പോയി. അവളെന്നോട് വരാൻ പറഞ്ഞിരുന്നു. ആണോ? എന്തോ എനിക്കറിഞ്ഞൂടാ. എടി എങ്ങനെയുണ്ട് പുതിയ പൊറുതിയല്ലോ? കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. രാവിലെ എണീറ്റ് അടുക്കളയിലൊക്കെ കേറുവോ? കേറും, വന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സഹായിക്കും. പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള എല്ലാ ജോലികളും ഒക്കെ ചെയ്യും. നമ്മൾ ആരെ നോക്കാം, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യും. അത് തന്നെ. നീ ഇതെല്ലാം ശരിക്കും അന്വേഷിച്ചിട്ട് ഇന്ന് ഇതെല്ലാം നോക്കിയത്? അന്വേഷിച്ചല്ലോ. ഇല്ല, അവളുടെ നാട്ടിൽ ചെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണം എന്നറിയാം ആൾക്കാര്. ആണോ? ഇവിടെ അവിടെ 5 ആങ്ങളമാരുള്ള വീട്ടിലാണ് കെട്ടിക്കയറി പോയത്. 5ാമത്തെ ഭാര്യയാണ്. അവിടെ ചെന്ന് 5 പേരെയും ഒരു വഴിക്കാക്കിയിട്ടാണ് ഇറങ്ങി വന്നത്. ഇത് ഞാൻ പറയണല്ല കേട്ടോ. അവിടെ നിങ്ങളിത് അന്വേഷിച്ചായിരുന്നോ? പിന്നെ അന്വേഷിച്ചു. അതുപോലെ അന്വേഷിച്ചു. നമ്മളുടെ ബ്രോക്കർ രവീന്ദ്രൻ എന്ന് പറയുന്നത് സുധാകരൻ ചേട്ടന്റെ കൂട്ടുകാരനാണ്. ബ്രോക്കർമാര് പൈസ കിട്ടാൻ വേണ്ടിട്ട് എന്തെല്ലാം പറയുമെന്നറിയാം. അത് മാത്രമല്ല, ഞങ്ങള് പോയി, എന്നിട്ട് ചേട്ടൻ പോയി അന്വേഷിച്ചാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് നമ്മുടെ ചെറുക്കനല്ലേ, നമുക്ക് അങ്ങനെ വിടാൻ പറ്റും? ഞാനിത് അന്വേഷിച്ചു രഹസ്യമായിട്ട്. അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ചരിത്രം അത്രയും അവിടെ പറഞ്ഞു. അവിടെ പാട്ടാണ്. അയ്യോ, നമ്മളെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ വന്നല്ലോ. നമ്മുടെ കൊച്ചായോണ്ട് നമ്മളങ്ങനെ തള്ളിക്കളയുമോ? നമ്മൾ അങ്ങനെ അതെല്ലാം രീതിയിലും അന്വേഷിച്ചു. 2ാം കല്യാണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവനെ അങ്ങനെ വിട്ടു കളയുമോ? ഇന്ന് എന്തൊക്കെയാണാവോ അവിടെ ഉണ്ടാവണം. ഇന്ന അനിയന്മാരെയും ചേട്ടന്മാരെയും ഒക്കെ തമ്മിൽ അടുപ്പിക്കും. എൻ്റെ കൊച്ചിനെ അവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഞാനിത് പറഞ്ഞത് നീ ആരോടത്തും പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ അറിഞ്ഞത് പറഞ്ഞല്ലോ. നിനക്കറിയാലോ, ഞാൻ ഇവിടെ കേൾക്കണത് അപ്പുറത്ത് പറയില്ല, അവിടെ കേൾക്കണത് ഇവിടെ പറയില്ല. എനിക്കറിയാലോ എൻ്റെ സ്വഭാവം. കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ അമ്മായിക്ക് സങ്കടമാണ്. അവിടെ കഴിക്കാന്നൂല്ലേടി? ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നും നിന്റെ തലേ കയറില്ല. ഞാൻ പോണം. എന്തായാലും പോയ കാര്യങ്ങൾ സെലക്ഷൻ പെട്ടെന്ന് ഊരിട്ട് കേറ്. അയ്യോ ചേട്ടാ, സിറ്റിക്കകത്ത് ഇനി കേറാൻ കടകളൊന്നുമില്ല. കംപ്ലീറ്റ് എടുത്തും കയറി. പക്ഷെ ഒരിടത്തും സെലക്ഷൻ ഇല്ല. അവസാനം നമ്മൾ ജയലക്ഷ്മി കയറി. സത്യം പറഞ്ഞ അവിടുത്തെ സെലക്ഷൻ നല്ല തുണികൾ കംപ്ലീറ്റ് അടിപൊളി തുണികൾ. പക്ഷെ എല്ലാ തോന്നുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. കുറെ ഉള്ള പൈസക്ക് എടുത്ത്. നിങ്ങൾ തത്ത പൈസ ഏകദേശം തീർന്നു. ഇനി ഒന്നുമില്ല കയ്യിൽ. കംപ്ലീറ്റ് തീർന്നു. ഇത്രയും കിട്ടി. എല്ലാം നല്ല സെലക്ഷൻ കേട്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സാരിയാണ്. ഇതാണ് എനിക്ക് ഇഷ്ടം. നല്ല ചേരും. എനിക്ക് പണ്ടേ എല്ലാം ചേരുവടി. ഏതെടുത്താലും ചേരും. അത് നല്ല നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇത് കൊള്ളാം. മറ്റു സാരിയോടെ എടുത്തണം. ചേച്ചിക്കുള്ള സാരിയും കൊള്ളാം കേട്ടോ. ഇത് ഏത് കൊടുക്കാൻ ചേച്ചിക്ക്? ചേച്ചിക്ക് ഒരു കാര്യം ചെയ്താൽ ഇത് കൊടുക്കും. ഇത് തന്നെ അവർക്ക്. എനിക്ക് തോന്നണം ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. അവർക്ക് ചേരും. ഇത് മതിയാ? പാവല്ലേ, അവരോട് കിട്ടും. കൊള്ളാം, നല്ല സാരി. ചേട്ടത്തേ വരി. ഇതാ കണ്ട, ഇതാണ് സാരികൾ. സാരിയും ഷർട്ടും എല്ലാം നല്ല അടിപൊളി സെലക്ഷൻ. കൊള്ളാണ് ആണാ? കണ്ട ഇതൊക്കെ. ഇത് ഞാൻ ചേട്ടന് വേണ്ടി എടുത്തതാണ്. പക്ഷെ അപ്പൊ എവള് പറയണ എനിക്കിത് നല്ല ചേരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. ഇത് ചേട്ടത്തിക്ക് വേണ്ടി നോക്കിയതാണ്. പക്ഷെ ഇത് വില ഇച്ചിരി കൂടുതൽ, 7000 രൂപയായിരുന്നു. അത് പിന്നെ അവർക്ക് എടുത്ത്. കൊള്ളാം, നല്ല സെലക്ഷൻ. ചേട്ടത്തിക്കെല്ലാം ഇഷ്ടപ്പെട്ടാ? കല്യാണത്തിന് നമ്മളെ ചേച്ചി ബന്ധുവിന്റെ ചേച്ചി വന്നില്ലേ, ഏതോ അകന്ന ബന്ധത്തില. അവരൊരു പാവമല്ലേ, അവർക്ക് വേണ്ടി അടുത്താണ് ഈ സാരി. കൊള്ളാമോ? നല്ല സാരി. 3000 രൂപയായി. എല്ലാം നല്ല സെലക്ഷൻ. ചേട്ടത്തി 2 ചായ ഇട്ട് ഇരുവട്ടത്തി.
ഓ ചേട്ടാ, ചേട്ടൻ തന്ന 20,000 രൂപ 18,000 രൂപയ്ക്ക് തുണി എടുത്ത് 2,000 രൂപ ബാക്കി ഉണ്ടാകും. ഞാനിവളും കൂടെ ആസ്വാദിക്കാറ് ഒരു ബിരിയാണിയും കഴിച്ച്. അതിലിനി ഒന്നുമില്ല ബാക്കി. ഞാൻ രണ്ടാമത് ചോദിച്ച 20,000 രൂപ നിങ്ങൾ ജിപേ ചെയ്തേക്കണേ. ആ കഥ വാങ്ങടാ. അല്ല മോളെ, രണ്ടുപേരും ഉണ്ടല്ലോ. ഞാൻ നേരത്തെ വന്നപ്പോ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ തിരിച്ചു പോയി. എന്തിനാ എന്നെ വിളിച്ചത്? അമ്മായിക്ക് ഒരു സാരി വാങ്ങി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലേ മോളെ. മോളെ സന്തോഷത്തോടെ തന്നല്ലേ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. പിന്നെ ഞാൻ കുറേ നേരമായി വന്നിട്ട് നിന്റെ ചേട്ടത്തി എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞാൽ എന്നെ പറ്റി. എന്ത് പറഞ്ഞ? നീ 5 ആണുങ്ങളുള്ള വീട്ടിൽ നിന്നാണ് കെട്ടിപ്പോയത്. അവിടെ 5 പേരെയും വഴക്കും കുണ്ടണിയും ഉണ്ടാക്കി 5 പേരെ 5 വഴിക്കാക്കിയിരുന്നു. ആര് പറഞ്ഞെന്ന്? അവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞു നിന്റെ ചേട്ടത്തി. ഇപ്പം ഞാൻ പറഞ്ഞു ആ കുട്ടിയെ കണ്ട പാവം അങ്ങനെ ഒന്നും പറയില്ല, നീ വെറുതെ അതിനെ പറ്റി പറഞ്ഞുണ്ടാക്കല്ലെന്ന്. എനിക്കിതൊന്നും കേട്ടിരുന്ന് സഹിക്കാൻ വയ്യ. ഞാൻ പോയി. നിനക്കറിയാലോ ഞാനിവിടെ കേൾക്കണമെന്ന് അപ്പുറത്ത് പറയില്ലെന്ന്. ഞാൻ മോളോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. ഒന്നും വേണ്ടായിരുന്നു മോളെ. ഒരുപാട് പൈസയല്ലേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടാ. ഓ എടെ പൊന്നു മോള്. ശരി.